ഇതിപ്പോ ഇങ്ങനെയാണ്, തോന്നുമ്പോ പോവും, തോന്നുമ്പോ വരും. എന്തോ കിടന്ന് കാണിക്കുന്നവൻ. അതാണ് ചേച്ചിയുടെ പ്രശ്നം. ഇന്നലെ ചേട്ടൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എവിടാ പോയെന്ന്. അപ്പൊ എന്നെ കടിച്ചു കയറാൻ വരുന്ന പോലെ ഒരു വരവങ്ങ് വന്നു. അവനെന്തോ ടെൻഷൻ ഉണ്ട് കേട്ടാ. ഇപ്പൊ വലുതായിട്ട് വലിയ ഫോൺ വിളി ഒന്നും കാണാനില്ല. ബുക്ക് എടുത്ത് നോക്കുന്നുണ്ട്. ബുക്ക് എടുത്തോണ്ടാ പോയെ. അത് പിന്നെ പരീക്ഷയൊക്കെ ആവാറായില്ലേ, ആ ചിന്തയൊക്കെ വന്ന് കാണും. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. നീ 2 ദിവസമായിട്ട് തുടങ്ങിയാണല്ലോ കുരിപ്പേ. ഞാൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്തിനാണ് ചോദിക്കാനുള്ളത്? എന്ത്? ചേട്ടൻ എവിടെ പോയതാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എവിടെ വരെ പോയത്. ഓ, മെർലിൻ ചേച്ചി കാണാൻ പോയതാ? പിന്നെ എനിക്കതല്ല വേല, ഞാൻ അവിടെ ഒന്നും കാണാനൊന്നും പോയില്ല. മെർലിൻ ചേച്ചി കണ്ടിട്ട് 2-3 ദിവസമായി, അതുകൊണ്ടാ ചോദിച്ചേ. ആ മക്കളെ, നമ്മൾ എല്ലാ ദിവസവും ആൾക്കാരെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാല് ആ ഒരു സ്നേഹം അങ്ങ് പോവും. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് വിട്ട് വിട്ട് പിടിക്കണം. സ്നേഹം പോവും? പോവും. എന്റെ അടുത്ത് സ്നേഹമില്ലേ? ചേട്ടൻ എപ്പോഴും എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവല്ലേ? അല്ല മക്കളെ, അത് ആ സ്നേഹം വേറെ ഈ സ്നേഹം വേറെ. സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അങ്ങനെ യോജിപ്പിക്കാൻ പറ്റൂല. എവിടെ പോയതാ? ഞാൻ അറിയാത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഈ തത്തിക്ക് വന്ന് എവിടെ പോയതാ ചോദിക്കേണ്ട കാര്യം എന്തിനാണ്? ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റൂലേ? പുറത്തൊരു കാലെടുത്ത് ഇങ്ങനെ വെച്ചാൽ ഉടനെ ഉടങ്ങും. എവിടെ പോയതാ അല്ലെങ്കിൽ കൊണ്ടുടനാ വിളിച്ചോണ്ടിരിക്കും. എന്തിനാണ് ഇതൊക്കെ? കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഞാന് ഇപ്പം നമ്മുടെ ഈ ബുക്ക് മേടിക്കാൻ പോയത്. ബുക്ക് മേടിക്കാൻ പോയത് 2-3 ബുക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ റെഫർ ചെയ്ത്, അപ്പൊ അതിങ്ങനെ മേടിക്കാൻ വേണ്ടി പോയത്. ഈ എക്സാം സെമിസ്റ്റർ ഒക്കെ വരുവാണല്ലോ. ആണല്ലോ, ടെൻഷനായി കാണുമല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ബുക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ടെൻഷനാ നമുക്കാ? എന്തിന്? സിമ്പിളായിട്ട് പഠിക്കുന്നു അങ്ങനല്ലേ? ടെൻഷൻ എന്തിനു? നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ സെമസ്റ്റർ എന്താ മാർക്ക് വന്നാ? കഴിഞ്ഞ തേർഡ് സെമസ്റ്ററിന്റെ മാർക്ക്? തേർഡ് സെമസ്റ്ററിന്റെ നമ്മുടെ ഈ കളിക്കാതെ കാര്യം പറ. വന്നില്ല ചേച്ചി, നമ്മുടെ ഈ അറബിക്ക് മെയിനായിട്ട് എടുത്തവർക്ക്, പിന്നെ ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തവര്, പിന്നെ ഉറുദു മെയിനായിട്ട് എടുത്ത് അവരുടെയൊക്കെ തേർഡ് സെമസ്റ്ററിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്ത് അവർക്ക് എന്തൊക്കെയോ മാർക്ക് കുറവുണ്ടോന്നോ കൂടുതലുണ്ടോന്നൊക്കെ. മലയാളം മെയിനായിട്ട് എടുത്തവരുടെ വന്നില്ല? മലയാളം മെയിനായിട്ട് എടുത്തവരുടെ വന്നില്ല? കിട്ടും. കിട്ടാതിരിക്കില്ലല്ലോ. കിട്ടി. കടച്ചത്. അയ്യോ, നല്ല മാർക്കായിരിക്കും. ചോദിക്കട്ടെ, എന്നിട്ട് മാർക്ക് കിട്ടിയ കാര്യം എന്ത് പറയാത്തെ? മാർക്ക് കിട്ടിയ കാര്യം എന്ത് പറയാത്തേന്ന്? ഞാൻ ഈ മറന്നുപോയാ? കടയിൽ സാധനം മേടിക്കാൻ വിടുമ്പോഴത്തേക്ക് ഓരോന്നൊക്കെ മറന്നു പോകില്ല, അതുപോലെയാണല്ലോ പറയണത്. മറന്നുപോയിന്ന്. പിന്നെ ഇത്ര നേരം ഞാൻ നിന്റെ അടുത്ത് എന്താ ചോദിച്ചേ? കേശുവേ, എന്താ ചേച്ചി എന്തിനാ കിടന്നതിനെ വിളിക്കണ? എനിക്ക് കേക്കാം, ചെവി കേക്കാം. ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ? ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ് 3ന്റെയും റിസൾട്ട് വന്നു. 3ൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഇപ്പം മാർക്കൊക്കെ വന്ന് ഇപ്പം 4th സെമ്മിന്റെ എക്സാം വരാൻ പോവാണ്. അപ്പൊ അതിന് നന്നായിട്ട് പഠിക്കണം. അറിയാലോ എല്ലാവർക്കും. കേശു പഠിക്കണമെന്ന് വിചാരിച്ച് പഠിത്തത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്നാ കൊണ്ടാകും കയറും. അതൊക്കെ അത്രേ ഉള്ളൂ.
ഇപ്പൊ എക്സാം വരുന്നോണ്ട് തന്നെ എനിക്ക് എക്സാം നന്നായിട്ട് പഠിക്കണം. ഇപ്പോ ഈ ബുക്ക് 1 2 3 ഒരു ബുക്ക് കാണാനില്ല. ഒരു ബുക്ക് അവിടെ ഇരിക്കണേ. അയ്യോ ചേച്ചി കേശുവേട്ടൻ മുങ്ങിയതാ. മുങ്ങിയാളെ പൊക്ക വാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.